ഹായ് എല്ലാവർക്കും നമ്മുടെ മേഘാലയ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് മേഘാലയയിലെ ഏറ്റവും മനോഹരമായതും എന്നാൽ പലരും മിസ്സാക്കുന്നതുമായ നമ്മുടെ ചിറാപുഞ്ചിയിലുള്ള ഒരു വാട്ടർഫോൾ കാണാനാണ്. ബൊക്കാബ ഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഏകദേശം 190 മീറ്റർ ഉയരത്ത് നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഈ എൻട്രി പോയിന്റിൽ നമുക്ക് ഒരു ഇഷ്ടിക സ്തൂപം കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഒരു കോഴീനെയും കാണാം. ഇവിടുത്തെ ഖാസി ഗോത്രക്കാരുടെ ഒരു പുണ്യ ചിഹ്നമാണിത്. പിന്നെ ഈ വാട്ടർഫോള് 2 നിലകളിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ പടികൾ ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. ഒരു 400 സ്റ്റെപ്പ് നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാണ്ട്. കുറച്ച് കഷ്ടപ്പാടാണ് താഴോട്ട് ഇറങ്ങി പോകാനൊക്കെ. അപ്പോൾ ഈ കാണുന്ന മലനിരകളാണ് ഖാസി ഹിൽസ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഈ വെള്ളച്ചാട്ടത്തിൽ 2 ഫെയറീസ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ഖാസി ഗോത്രക്കാരുടെ വിശ്വാസം. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും മിസ് ചെയ്യാതെ മേഘാലയയിൽ പോകുമ്പോൾ ഇത് കാണണം. അധിക പേരും മിസ് ചെയ്യുന്ന ഒരു വാട്ടർഫോളാണിത്. 20 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ പാർക്കിങ്ങിന് 30 രൂപ. മെയിൻ റോഡിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഈ വാട്ടർഫോൾ ഉള്ളത്, അധികം ദൂരമൊന്നുമില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു വലിയ കുന്നിൻ്റെ മുകളിൽ നിന്ന് നേരെ വലിയൊരു താഴ്വരയിലേക്കാണ് പതിക്കുന്നത്. ഏകദേശം 190 മീറ്റർ ഉയരത്ത് നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് വീഴുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം താഴോട്ട് പോകാൻ. വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ കുറച്ച് വഴുക്കൊക്കെ ഉണ്ട്. എപ്പോഴും മഴയൊക്കെ കിട്ടുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ നല്ലൊരു ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം പോകാൻ. പ്രായമുള്ള ആൾക്കാരും എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് താഴോട്ട് പോകാത്ത നല്ലത്. താഴോട്ട് പോകുമ്പോൾ അത്ര പ്രയാസമില്ലെങ്കിലും മുകളിലേക്ക് കയറി വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 25 മിനിറ്റ് ടൈം എടുക്കുന്നുണ്ട് താഴോട്ട് മാത്രം നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മേലോട്ടും കയറി വരണമല്ലോ. മേലോട്ട് കയറുമ്പോൾ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മഴക്കാലത്ത് അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ആ സമയത്ത് വെള്ളച്ചാട്ടം നല്ല ഭംഗി കൂടുതലായിരിക്കും കാണാൻ. ഈ കാണുന്നതാണ് 1ാമത്തെ ഘട്ടം. അപ്പോൾ നമ്മൾ കുറേ നടന്ന് 1ാമത്തെ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാനൊക്കെ പറ്റും കേട്ടോ, പക്ഷേ കുറച്ച് ഡേഞ്ചറാണ്. വഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അധികം അങ്ങോട്ടൊന്നും പോവാത്ത നല്ലത്. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. നല്ല ഈ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ചുറ്റിലും കാടാണ്. ഇനി നമ്മൾ ഈ കാടിനുള്ളിലൂടെ ഇങ്ങനെ നമുക്ക് പോകാനുള്ള ഒരു വഴിയുള്ളത്. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. നമ്മൾ ഇതാ ഇനിയും വീണ്ടും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്താൻ ഇവിടുന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങി പോകണം. ചിറാപുഞ്ചിയിലെ മറ്റ് വെള്ളച്ചാട്ടങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ തിരക്ക് കുറവാണ് കേട്ടോ. തീരെ ആൾക്കാരെ ഒന്നും കാണാനില്ല കേട്ടോ. നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ 1-2 ആൾക്കാരെ മാത്രം കാണാം. ഇതൊരു കുത്തനെയുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഇത് ഇറങ്ങുമ്പോൾ പേടിയാവുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി. ഇത് ഭയങ്കര പാട് ഇറങ്ങാൻ. തീരെ വീതി ഇല്ലാത്ത ചെറിയ സ്റ്റെപ്പാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ 2ാമത്തെ ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഭാഗം. നല്ല ഭംഗിയില്ലേ കാണാൻ? ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക രസമുണ്ട് കാണാനും ആ സൗണ്ടും ഒക്കെ. വെള്ളം ഇങ്ങനെ താഴെ പാറയിലേക്കാണ് വന്നു വീഴുന്നത്. താഴെ വലിയ താഴ്വരയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഖാസി ഹിൽസ്. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും വലിയ പാറക്കെട്ടുകളാണ് കേട്ടോ. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ടൈമിങ്. പിന്നെ ഇവിടെ പെട്ടെന്ന് ഇരുടാവുമല്ലോ, പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുന്നതുകൊണ്ട് 5 മണി വരെയുണ്ട്. ഇപ്പോൾ നിങ്ങൾ മേഘാലയയിൽ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ല അടിപൊളിയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് താഴോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ്.
ഇവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് തിരക്കില്ല. മേഘാലയയിൽ ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടം കേട്ടോ ഉള്ളത്. വെള്ളച്ചാട്ടം മാത്രമല്ല, കേവ്സും ഉണ്ട്. ഇവിടെ കാണാൻ കൂടുതൽ കേവ്സും വെള്ളച്ചാട്ടങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇനി മുകളിലോട്ട് കയറി പോവാണ് കേട്ടോ. ഇനി ഈ സ്റ്റെപ്പൊക്കെ കയറി വേണം മുകളിലേക്ക് എത്താൻ. ഭയങ്കര പ്രയാസമായിരുന്നു, നല്ലോണം കിതച്ചു പോയി. പ്രായമായ ആൾക്കാർക്കൊന്നും അത്ര പെട്ടെന്ന് മേലോട്ട് എത്താൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാലൊക്കെ നല്ലോണം വേദനിച്ച്. അപ്പം നമ്മുടെ മേഘാലയ സീരീസിൻ്റെ 3ാമത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റ് 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.